ആലപ്പുഴ ST കോളേജിൽ ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർവകലാശാലയാണെന്ന് പ്രിൻസിപ്പൽ. കോളേജിന് സ്വമേധയാ നടപടി സ്വീകരിക്കാൻ ആകില്ല. ഇന്നലെ പ്രതിഷേധിച്ചവരുടെ പ്രധാന ആവശ്യം കുളം മൂടിയത് തുറന്നു നൽകാനെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രഭാകരൻ നായർ മീഡിയയോട് പറഞ്ഞു. കോളേജിൽ ഇപ്പോൾ നടക്കുന്ന കുട്ടികളുടെ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് നവീകരണമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നക്ഷത്രക്കുളം പോലെ ഒരു സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ഇതുണ്ടായിരുന്നു. അത് ഭയങ്കര മലിനമായി, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അത് കളയണമെന്നുള്ള ഇത് വന്നതുകൊണ്ട് മാനേജ്മെന്റ് അത് മണ്ണിട്ട് മൂടിയിരുന്നു. അത് തിരിച്ച് മണ്ണ് മാറ്റി കുത്തി പഴയ രീതിയിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇവർ പ്രക്ഷോഭം തുടങ്ങിയത്. അത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ കോളേജിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നടത്തിയ ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡുകൾ പരസ്പരം മാറിപ്പോയിട്ട് സപ്ലിമെന്ററി എഴുതുന്നവർക്ക് ഉള്ള ക്വസ്റ്റ്യൻ റെഗുലറുകാർക്കുള്ളത് സപ്ലിമെന്ററിക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില സബ്ജക്ട്സുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നത് കോളേജിൽ മൂല്യനിർണ്ണയത്തിന് പേപ്പർ എടുക്കുമ്പോഴാണ് അധ്യാപകർ തിരിച്ചറിയുന്നത്. ആ സമയത്ത് തന്നെ മൂല്യനിർണ്ണയം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും, എല്ലാ സബ്ജക്ട്സും ഇല്ല, ചില സബ്ജക്ട്സുകൾ മാത്രം മൂല്യനിർണ്ണയം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും വിശദമായ റിപ്പോർട്ട് അധ്യാപകരിൽ നിന്ന് തേടുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷയ്ക്ക് എന്ത് നടപടി തെറ്റ് വന്നാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് കോളേജിന് പറയാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി അത് പഠിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസിന് വിട്ടിട്ടുണ്ട്. ആ ബോർഡ് ഓഫ് സ്റ്റഡീസിന് വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന റിപ്പോർട്ടിൽ കോളേജിന് റിപ്പോർട്ട് തരും. കോളേജ് എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറയും. ഫൈസൽ അസീസ് വിവരണവുമായി ചെയ്തു. ഫൈസൽ, ഇതെന്താണ് സംഭവം? അജിം സർ, ഇന്നലെയാണ് ഈ വിവരം പുറത്ത് വന്നത്. അതായത് കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇത്തരത്തിൽ എക്സാം നടന്നത്. അതായത് ഈ 4-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ എക്സാമിൻ്റെയാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. അതായത് ഈ സെമസ്റ്റർ ഈ ബിരുദ വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പറും അതുപോലെ അതിന്റെ സപ്ലിമെന്ററി വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയായിരുന്നു. ഇതിന്റെ കോഡാണ് മാറിപ്പോയത് എന്നാണ് ഈ പുറത്തു വന്ന വിവരം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പൽ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ SFIയുടെ പ്രവർത്തകർ പ്രിൻസിപ്പളുടെ ഉപരോധിക്കുകയും ഈ പ്രിൻസിപ്പളുടെ സീറ്റിൽ അല്ലെങ്കിൽ ഓഫീസ് മുറിയിൽ മണ്ണ് വാരിയിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ 22-ന് തന്നെ പിന്നീട് ഈ ചോദ്യപേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഉത്തരപേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇതാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും അത് ഈ 22-ന് തന്നെ, കഴിഞ്ഞ ദിവസം ജനുവരി 22-ന് തന്നെ യൂണിവേഴ്സിറ്റിയെ, കേരള സർവകലാശാലയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ബാക്കി നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത്, അതായത് എന്താണ് നടപടി, പുനർമൂല്യനിർണ്ണയമാണോ അല്ലെങ്കിൽ പുനർപരീക്ഷയാണോ തുടങ്ങിയ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് സർവകലാശാലയാണെന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ഈ SFI പ്രവർത്തകർ ഉപരോധിച്ചതിന് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഒരു നക്ഷത്രക്കുളം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മലിനമായതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതർ അത് മണ്ണിട്ട് മൂടുകയും ചെയ്തു. ഇത് പ്രധാനമായും തുറന്നു നൽകുക എന്നാണ് SFI പ്രവർത്തകരുടെ ഇന്നലത്തെ ആവശ്യം. അതിന്റെ ഭാഗമായി കൊണ്ടാണ് അവർ അവിടുത്തെ, അതായത് ആ മൂടിയിട്ട മണ്ണ് കൊണ്ട് തന്നെ അതൊരു ബക്കറ്റ് നിറച്ചുകൊണ്ട് തന്റെ കസേരയിൽ ഇട്ടത് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, അതായത് ഇനി എന്താണ് ഇതിന്റെ ബാക്കി തുടർ നടപടികൾ ഒക്കെ തീരുമാനിക്കേണ്ടത് സർവകലാശാല എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. അജിംസ്.